കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി സെക്രട്ടറി ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ കുക്കുവിനെ കണ്ടോ? ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പറയുന്നില്ല, പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല, അത് ശ്വേത സംസാരിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഒന്നും പറയാത്തത്. ശ്വേത സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുക്കുവിന് എന്തിനാണ് അവിടെ സെക്രട്ടറി ഇട്ടിരിക്കുന്നത്? ഒരൊറ്റ വാക്ക് മോഹൻലാൽ ആ മൈക്കെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആരും പിന്നെ ശബ്ദിക്കില്ല. അവർ തന്നെ നിൽക്കട്ടെ, തൽക്കാലം ഈ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എതിര് പറയില്ല എന്നുള്ള മോഹൻലാൽ പറഞ്ഞിട്ടില്ലല്ലോ. സ്ത്രീകൾ വന്നപ്പോൾ ഞങ്ങളൊക്കെ കൂടെ നിന്ന ആളുകളാണ്, അവർ വന്നതിൽ അഭിമാനിച്ചതാണ്. പക്ഷെ അവർക്കത് ശരിക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പരസ്പരം അടിച്ച് പിരിയുക എന്നുള്ള അവർ ചെയ്തത്, അത് അവരുടെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ്. അൻസിബക്ക് വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പേടിയായി. എൻ്റെ പേര് സീനത്തായതുകൊണ്ട് എനിക്ക് പേടി. അയ്യോ, അൻസിബനെ ആക്കിയ മതപരമായിട്ട് കാണുമോ എന്നുള്ളൊരു പേടി. ലക്ഷ്മിപ്രിയ ഇരുന്ന് പറഞ്ഞു, അൻസിബയുടെ പിന്നിൽ ശ്വേതയുടെ രാജിയും അൻസിബയുടെ അതുമായിട്ട് ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ശ്വേത രാജി വെച്ച് പോയതിന് ശേഷമാണ് അൻസിബ സംസാരിച്ചിട്ടുള്ളത്. അത് അവളുടെ തലയിലേക്ക് വെറുതെ വെച്ചു കൊടുക്കുന്നതാണ്. അൻസിബ സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ക്ലാരിറ്റി വന്നു. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല എന്ന് വെച്ചപ്പോ ശ്വേത ചേച്ചി പോന്നു, ലക്ഷ്മിപ്രിയ, അവര് കുറച്ചു പേര് വേറെ റൂമിൽ എന്തോ ഡിസ്കഷൻ ആയിരുന്നു. അതൊന്നുമല്ല, അവിടെ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പേര് വിളിച്ചിട്ട് തന്നെ അൻസിബ പലരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബുരാജ് പിന്നെയും പറഞ്ഞു, ബാബുരാജ് ഇറങ്ങി രാജി വെച്ച് പോവുകയാണ് എന്തോ പറഞ്ഞു. ഞങ്ങൾ പോവുകയാണ്, ഇറങ്ങി പോവാണ്. ശ്വേത പറഞ്ഞു ബാബുരാജ് പറഞ്ഞു. അപ്പൊ ശ്വേത പറഞ്ഞു, ഓ പൊയ്ക്കോ, പുറത്ത് വണ്ടിയുണ്ട് പൊയ്ക്കോ. അപ്പോഴാണ് ബാബുരാജിന്റെ വക കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്കുള്ളൊരു അറ്റാക്ക് ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ ബാബുരാജും എല്ലാവരോടും വളരെ നന്നായിട്ട് നിന്നിരുന്ന, അവിടെ വലിപ്പ ചെറുപ്പം ബാബുരാജൻ ഉണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും ശരിക്കും എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയും മോഹൻലാലും പറയണം, പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനി അമ്മയുള്ളൂ, അല്ലെങ്കിൽ അമ്മ അസോസിയേഷൻ ഇല്ല. പിടിവാശിക്കാരിയും ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയാണ് ഞാനെന്ന് പഴയ കുറച്ച് ഇന്റർവ്യൂസിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിനോട് സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ പിടിവാശിയല്ല, ദേഷ്യം വരും പെട്ടെന്ന്. ഷോർട്ട് ടെമ്പേർഡ് ആണോ? അത് ദോഷമാണ്, ശരിക്കും പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഫീൽഡില് നല്ലതല്ല. പക്ഷെ എന്നാലും പുറത്ത് അങ്ങനെ ഇല്ല, വീട്ടിലൊക്കെ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. പിടിവാശി എന്ന് പറയാൻ പിടിവാശി അങ്ങനെയില്ല. പിടിവാശി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് തന്നെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമില്ല പിടിവാശി, അങ്ങനെയില്ല. പക്ഷെ എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ പെട്ടെന്ന് മറക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് ആള് മാറും. ആ ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കില്ല. അത് ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂല് കേട്ടതുകൊണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിച്ചപ്പോ, ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ചപ്പോ ചേച്ചി ഭയങ്കര കൂളായിട്ട് എനിക്ക് തോന്നി. പിന്നെ വെറുതെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, എന്നാലും കുറച്ചൊരു വ്യത്യസ്ത സ്വഭാവം എന്ന് പറഞ്ഞോടെ ചോദിച്ചാൽ എന്താണ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ് ചേച്ചിക്ക് തന്നെ തോന്നാൻ കാരണം? അല്ല, ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തന്നെ ഞാൻ തോന്നുന്നതല്ല, എന്റെ സ്വഭാവം അത്ര അങ്ങനെയാണെന്നുള്ളതാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തത് കാണുകയാണെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ പറയും. പക്ഷെ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. പലപ്പോഴും നമുക്കത് ദോഷമായിട്ട് വരും. പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ, ഇപ്പൊ വർക്കിന് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുകയാണെങ്കിൽ, ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കില്ല. അതൊന്നും നമ്മളെ ഫീൽഡിന് പറ്റിയതല്ല. കുറച്ചൊക്കെ സോപ്പിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. അത് ശരിക്കും ഒരു പരാജയം തന്നെയാണെന്ന് പറയാം. ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല സ്വഭാവമല്ല. അങ്ങനെ ആണെന്നെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ഞാൻ പറയാതിരിക്കണതാണ് നല്ലത്, കുറച്ചൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാൻ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്തെങ്കിലും? അങ്ങനെ ഇല്ല. ചിലപ്പോ അങ്ങനെ പ്രത്യേകമായിട്ട് പറയാനൊന്നും അങ്ങനെ എനിക്ക് അയ്യോ അത് പറയണ്ടായിരുന്നു അങ്ങനെയല്ല. പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. ഇല്ല. ഇത് പറഞ്ഞു തുടങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റീസൺ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് കേട്ട് കണക്ട് ചെയ്തെന്നുള്ളൂ. അല്ല, പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത റോളുകളാണെങ്കിൽ തന്നെ ഭയങ്കര ഗൗരവമുള്ള റോളുകൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പലപ്പോഴും ഞാൻ ഭയങ്കര ഗൗരവക്കാരിയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ട്. എന്റെ മുഖത്ത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പക്ഷെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം അങ്ങനെയല്ല എന്ന് പിന്നീട് പറയും. അയ്യോ ഞങ്ങൾ വിചാരിച്ച ആളെയല്ല. അതാണ് എനിക്കും ആ
ഒരു റിയാലിറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചോദിച്ചു തുടങ്ങിയത്. പക്ഷെ നമ്മളെ പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേച്ചി തന്നെ എഴുതി ചേച്ചി തന്നെ സംവിധാനം ചെയ്ത പുതിയ ഷോർട്ട് ഫിലിമാണ് അനന്തതയിലേക്ക്. അതിന്റെ വിശേഷങ്ങളാണ് നമ്മളും നമ്മുടെ പ്രേക്ഷകരും അറിയാൻ വളരെ ആകാംക്ഷപൂർവ്വം വെയിറ്റ് ചെയ്യുന്നത്. ചേച്ചിയുടെ സംസാരിക്കുമ്പോഴും അതിന്റെ വിശേഷങ്ങളിൽ അറിയാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പൊ ചേച്ചി, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ പറ. ഓക്കെ, അപ്പൊ എന്താണ് അനന്തതയിലേക്ക്? അനന്തതയിലേക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നടക്കുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഈ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള കുട്ടികളെ പറ്റിയിട്ട് അങ്ങനെയില്ല, ആ ഒരു മകൻ, അതാണ് ഒരു ത്രെഡ്. അതാണ് ഞാൻ കണ്ടിരുന്നു. ചേച്ചി ആദ്യം ചേച്ചിയുടെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്രയും ഒരു ഇമോഷണൽ ട്രോമ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാന്നല്ല നമുക്ക് തോന്നാ. എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ദിൽഷയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഓരോ ക്യാരക്ടേഴ്സ് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എങ്കിലും അതിന്റെ പ്ലേസിങ്, കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ഈ ലാലേട്ടനും മമ്മൂക്കായും നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പൊതുവെ തോന്നും മമ്മൂക്ക കുറച്ചും കൂടെ പുറമേ ഒരു ഓറ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റും പേടിയും ഉണ്ട്. ലാലേട്ടൻ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ എപ്പോഴും ഫൺ, ചിൽ, കുറെ തമാശ പറയും. മമ്മൂക്ക ഇപ്പൊ കുട്ടികളെ പോലെ ഞാൻ കണ്ടു കുറെ ആൾക്കാരും പ്രായമാകുമ്പോ വേറെ വേറെ സ്വഭാവം വരും. ചിലര് ഗൗരവാവും, ദേഷ്യം ഉണ്ടാവും. നമുക്ക് നേരെ ഓപ്പോസിറ്റാ, കുട്ടികളെ പോലെ ആയിരിക്കുകയാണ്, തമാശ പറയാ. എനിക്കങ്ങനെ തോന്നുന്നു. നിങ്ങള് റീസെന്റ്ലി മമ്മൂക്കാനെ ലാസ്റ്റ് കണ്ടത് എപ്പോഴേക്കും? മമ്മൂക്കയെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചായി ഞാൻ നേരിട്ട്. കാരണം മമ്മൂക്കയുടെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഞാനിപ്പോ ചെയ്തു, അടൂർ ഗോപാലകൃഷ്ണൻ സാർ ചെയ്ത പദയാത്ര. പക്ഷെ സെറ്റില് ഞാൻ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ മീറ്റിങ്ങിനും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, ഇപ്രാവശ്യം ഉണ്ടായില്ല. പിന്നെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു കാണാതിരിക്കുന്നത്. നമ്മൾ ഈ മീറ്റിങ്ങിന് പോകുമ്പോ എല്ലാവരും കാണുക എന്നുള്ളതാണ് സന്തോഷേ. ഒരുമിച്ച് കാണുകയാണല്ലോ. അവിടെ താരങ്ങളില്ല, കുടുംബങ്ങളാണ് അവിടെ. ചിലപ്പം മമ്മൂക്കൊക്കെ ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് ഏറ്റവും മുന്നിൽ കയറി ഇരിക്കുന്നത്. അവിടെ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ചേച്ചി, ഈ ഒരു കാര്യത്തില് ഇപ്പം ഇത്രയും ഇഷ്യൂസ് സംഘടനയെ റിലേറ്റ് ചെയ്തിട്ട് പുറത്ത് പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ലാലേട്ടനും മമ്മൂക്കായും ഒരു പ്രോപ്പർ പ്രതികരണം ഉണ്ടാവുക? ചേച്ചിക്ക് എന്തായിരിക്കും അതിനെ പറ്റി തോന്നുന്നുണ്ടാവുക? അല്ല, ഞാനിപ്പോ എന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞ ഇനിയും മൗനം വെടിയണം എന്നിട്ട് സാധനം ഞാൻ ഇട്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പൊ അവര് സംസാരിക്കണം. ഇതുവരെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്തായാലും ഇപ്പോ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആരെന്ത് ചെയ്താലും ഉത്തരം പറയേണ്ടത് മോഹൻലാലാണെന്നുള്ളൊരു പറച്ചിലാണ്. എല്ലാത്തിനും ഉത്തരം പറയാന്നില്ല. അങ്ങനെ സഹി കെട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ട് പോയത് ആ ഒരു സമയത്ത്. അതുവരെ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് സംഭവങ്ങൾ സിനിമയിൽ സംഭവിച്ചല്ലോ. ആ സമയത്തൊക്കെ എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് അമ്മയുടെ പ്രസിഡന്റ് ആണെന്നുള്ളിടത്താണ് അവര് പറയണം. അപ്പൊ അത് മാറി നിന്നപ്പോ ആ ഒരു ഭാഗം ക്ലിയർ ആയി. പിന്നെ സ്ത്രീകളാണല്ലോ വന്നത്. അപ്പോ പിന്നെ അവര് സംസാരിക്കേണ്ട കാര്യം വന്നിട്ടില്ല അവർക്ക്. പക്ഷെ ഇപ്പോ സംസാരിക്കേണ്ട സമയമാണ്. എങ്കില് ഇനി അവര് വരികയും വേണം. മീറ്റിങ്ങിന് മമ്മൂക്ക വരാത്ത എന്താണെന്ന്. അല്ല, മമ്മൂക്കൊക്കെ എന്തോ ഒരു വർക്ക്, എന്തോ ഒരു അവാർഡിന്റെ എന്തോ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാ. അല്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ചോദിക്കോ അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗിന്റെ ഇടയ്ക്ക് മമ്മൂക്ക പാർട്ടിസിപ്പേഷൻ എന്തെങ്കിലും ഓൺലൈൻ ത്രൂ അങ്ങനെയൊന്നും ഉണ്ടായില്ല? അങ്ങനെയൊന്നും ചോദിച്ചില്ല. കാരണം എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും വരാത്തത് എന്നുള്ള ഒരു ഇതില്ലേ. ഇപ്പൊ ശ്വേത ചേച്ചി ഒരു പോസ്റ്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടനും മമ്മൂക്കായും ശ്വേത ചേച്ചിക്ക് ഒപ്പമാണ്, സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് തുറന്നു പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ ഇട്ടു. ശരിക്കും ചേച്ചിക്ക് എന്താ അതിൽ ശ്വേത ചേച്ചിക്ക് സപ്പോർട്ടാണോ? അല്ല, അതിന് ഉത്തരം പറയേണ്ടത് അവർ രണ്ടുപേരാണ്, നമ്മളല്ലല്ലോ. അല്ല, അതിൽ എത്രമാത്രം ചേച്ചിക്ക് അതൊരു വിശ്വസനീയമായി തോന്നുന്നുണ്ട്? അല്ല, നമുക്കത് വിശ്വസിക്കാതിരിക്കാനും അവിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. കാരണം അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നുണ്ട് നമുക്കൊന്നും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പോ നമുക്കത് പറഞ്ഞിട്ടുണ്ടാവില്ല, ലാല് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ ഞാൻ ആളല്ല. ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ചോദിച്ചോ ഇതിലൊന്നും ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ചോദിച്ചാൽ തന്നെ ഇപ്പൊ മമ്മൂക്കയോട് ലാലിനോട് ചോദിക്കുകയാണ് വിചാരിച്ചോളൂ,
ഞാനിങ്ങനെ മമ്മുക്ക ഞാനിപ്പോ പിന്നെ ലാൽജി ഞാനിപ്പോ ഇങ്ങനെ കൊടുക്കുന്നു, ഞാൻ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ അതെ പോകണം അതെ എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു. ഉം. വേണ്ടെന്ന് അവര് പറയൂ? ഇല്ല അതെ അതെ പറഞ്ഞാൽ ശരിയാണോ അത്? ഇല്ല ഇല്ല കൊടുത്തോളൂ ശരിയെന്ന് പറയും. പക്ഷേ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞോ എന്നുള്ളത് അതിന് മറുപടി അവരാണ് പറയേണ്ടത്. ഉം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരൊറ്റ വാക്ക് മോഹൻലാൽ ആ മൈക്ക് എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആരും പിന്നെ ശബ്ദിക്കില്ല. അവര് തന്നെ നിൽക്കട്ടെ, തൽക്കാലം ഈ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എതിര് പറയില്ല എന്നുള്ള മോഹൻലാൽ പറഞ്ഞിട്ടില്ലല്ലോ. അതെ കുറെ പേര് പറഞ്ഞു ഞാൻ കേട്ടോ ലാലേട്ടൻ അവിടെ അത് എന്തുകൊണ്ട്? വിഷമിച്ചിരിക്കുക. സ്ത്രീകൾ വന്നപ്പോ ഞങ്ങളൊക്കെ കൂടെ നിന്ന അതെ അതെ ആളുകളാണ്. അതെ അതെ അവര് വന്നതിൽ അഭിമാനിച്ചതാണ്. അതെ പക്ഷെ അവർക്കത് ശരിക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അവര് പരസ്പരം അടിച്ച് പിരിയാന്നുള്ള അവര് ചെയ്തത്. അത് അവരുടെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ്. ചേച്ചി എത്ര നാളായി സംഘടനയുടെ ഒരു പാർട്ടായിട്ട് ശരിക്കും? ഞാൻ 32 വർഷമായി. അമ്മ ഞങ്ങളൊക്കെ ആദ്യം സംഘടനയുടെ തന്നെ ഉണ്ട്. ഒരു പാർട്ടായിട്ട്. അപ്പൊ ശരിക്കും അന്ന് ഇപ്പൊ ബാബുരാജേട്ടന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ശ്വേത ചേച്ചി പറയുന്നു പുറത്ത് കാറ് വന്ന് നിക്കുന്നുണ്ട്, അങ്ങനെ കുറെ സംഭാഷണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ ശരിക്കും അന്ന് ബാബുരാജിന്റെ അവിടെ? അടുത്ത് മൈക്ക് തട്ടിപ്പറിച്ച് മേടിക്കുക എന്നുള്ള സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഉം, അതായത് ഈ ഒരു വർഷമായിട്ട് ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വളരെ മോശമായിരുന്നു. ഉം, ഈ പരസ്പരം കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി സെക്രട്ടറി ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ കുക്കുവിനെ കണ്ടോ? എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവനുള്ള സമയത്ത് ശക്തമായിട്ട് കുക്കുവിന്റെ വാക്കുകൾ ആരെയും കേട്ടോ? ഞാൻ കുക്കുവിന്റെ നല്ല സുഹൃത്താ. ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പറയുന്നില്ല, പ്രതികരിച്ചു. പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല അത് ശ്വേത സംസാരിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഒന്നും പറയാത്തത്. ഞാൻ പറഞ്ഞു ശ്വേത സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുക്കു പിന്നെ എന്തിനാണ് അവിടെ സെക്രട്ടറി ഇരിക്കുന്നത്? അല്ലെങ്കിൽ ആ ഫ്രെയിം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ, പത്രസമ്മേളനം നടക്കുകയാണെങ്കിൽ കുക്കു ഭയങ്കര പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു ഇതാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയില്ല, ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുക്കു ആ ഫ്രെയിമിൽ തന്നെ നിൽക്കാൻ പാടില്ല. ഇടവേള ബാബു സെക്രട്ടറിയും ലാല് പ്രസിഡന്റും ആയ സമയത്ത് സെക്രട്ടറി സംസാരിക്കേണ്ടത് സംസാരിക്കും. ബാബുരാജ് ആയ സമയത്ത് ബാബുരാജ് സെക്രട്ടറി ആയിട്ടില്ല. പിന്നെ സിദ്ദീഖിന് വന്നപ്പോ അത് 2 മാസേ പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. വളരെ നന്നായിരുന്നു. ആ 2 മാസം എനിക്ക് പറയാൻ പറ്റും നന്നായിട്ടായിരുന്നു സിദ്ദീഖ് കൊണ്ടുപോയത്. പക്ഷേ എവിടുന്നാന്നറിയില്ല അമ്മയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എതിരെ ഭയങ്കരമായിട്ടില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കേസ് വരുന്നു. നമുക്കറിയില്ല കേട്ടോ, അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അറിയാതെ അത് ശരിയാണോ ഒന്നും പറഞ്ഞ ആളല്ല. പക്ഷെ അത് വന്നപ്പോ പുള്ളിക്ക് പെട്ടെന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഒരു 2 മാസം ആണ് ഉണ്ടായിരുന്നത് ബാബുരാജിന്. അപ്പോൾ ഈ എല്ലാ ഓൺലൈൻ മീഡിയ ആണെങ്കിലും പിന്നെ എല്ലാവരും പത്രക്കാരാണെങ്കിലും ഒക്കെ തന്നെ അമ്മയെ ഭയങ്കര മോശമാക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശം വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ബാബുരാജ് അവിടെ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കണല്ലോ. അപ്പോൾ ബാബുരാജാണ് പിന്നെ അത് കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെയാണ് കുടുംബ സംഗമം വരുന്നത്. കുടുംബ സംഗമം വന്നപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു സന്തോഷം വന്നു. ഈ പറഞ്ഞ പോലെ ബാബുരാജും എല്ലാവരോടും വളരെ നന്നായിട്ട് നിന്നിരുന്ന, അവിടെ വലിപ്പ ചെറുപ്പം ബാബുരാജൻ ഉണ്ടായിരുന്നില്ല അന്ന്. നമുക്കറിയാലോ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ എല്ലാവരെയും വിളിക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. വിളിച്ചിട്ട് സംസാരിക്കുക, എന്താ നമുക്ക് എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ബാബുരാജൊക്കെ ചോദിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എലക്ഷൻ വന്നപ്പോഴത്തേക്ക് ബാബുരാജിനും എതിരെയും വന്നു. അപ്പൊ ബാബുരാജിന് നിൽക്കാൻ പറ്റിയില്ല, സിദ്ദീഖിന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സ്ത്രീകൾ വരട്ടെ എന്നുള്ള എല്ലാവരും തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇവര് വരുന്നത്. ഇവര് വന്ന ആദ്യത്തെ മീറ്റിങ്ങിന് തന്നെ അടിയ. അപ്പൊ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടായിപ്പോയി ഇവരുടെ പെരുമാറ്റം പരസ്പരം. പിന്നെ ഈ പുറത്തു വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ സ്വകാര്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരെ എടുത്തിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ? ഒരു പെൺകുട്ടിയെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുക, മദ്യപിക്കുന്നു, വേറെ എന്തൊക്കെയോ പറയുന്നു. അതൊക്കെ എന്തിനു വന്ന് പറയണം? അപ്പൊ അങ്ങനത്തെ ആൾക്കാർ യാതൊരു ബന്ധമല്ല, പോലീസ് സ്റ്റേഷനിൽ കയറുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പൊ
ആരുമായിട്ട്? ഈ പറഞ്ഞ പറഞ്ഞ ആ വ്യക്തിയുമായിട്ട് ഈ അൻസിബയ്ക്കെതിരെയാണല്ലോ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്? അല്ല, അവരായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. ഇല്ല. വെറുതെ ഇതിലൊക്കെ ഇടപെട്ടിട്ട് അവസാനം പ്രശ്നം ഉണ്ടാച്ചു. പക്ഷെ അൻസിബ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു, വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കേസും വഴക്കുമായിട്ട് ഞാൻ അൻസിബിനെയും വിളിച്ചിട്ടില്ല. ഇല്ല. കാരണം അവൾക്കൊരു ഇതുണ്ടാവും, എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്കൊരു ധാരണ ഉണ്ടാവും. അതിലിടയിൽ കയറി നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അൻസിബെ വിളിക്കാനും പോയിട്ടില്ല, ഒന്നുമില്ല. അവൾ ചെയ്യുന്ന ശരിയാണെന്ന് അവൾക്ക് തോന്നുന്ന രീതിയിൽ അവൾ പോട്ടെ എന്ന് പോട്ടെ വിചാരിച്ചു. എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ശരിക്കും ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു കുടുംബ സംഗമത്തിന്റെ ഒരു ഡാൻസിന്റെ അവിടെ മുതലേ പ്രശ്നങ്ങൾ തുടങ്ങി, ഒരു നൃത്തം റിലേറ്റ് ചെയ്തിട്ട് ഇത് ഇത്രയും രൂക്ഷമായി വന്നത് ഈ പറഞ്ഞ പോലെ ശരിക്കും ഇത് തുടങ്ങിയത് അൻസിബ ഹസനും ടിനി ടോം എന്ന രീതിയിലാണ് തുടങ്ങിയെങ്കിലും പിന്നീട് അത് ഈ പറയുന്ന പോലെ ലക്ഷ്മിപ്രിയ, അൻസിബ, അതിന്റെ ഇടയിൽ കുറെ അവരൊക്കെ ഭയങ്കര പേരുകൾ. കൂട്ടായിരുന്നു ആദ്യം. അതെ, ആ, ആയിരുന്നു. അൻസിബ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ അവര് കൂട്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോ അതെ, ഇങ്ങനെ വെളിയിലേക്ക് ഇപ്പൊ വരുന്നത്. അൻസിബ ആദ്യേ പറയുന്നത് എന്നെ കൊണ്ട് അപവാദം പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആരപവാദം പറഞ്ഞു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്താ അപവാദം പറയുന്ന കുട്ടിയെ പറ്റിയിട്ട് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് തെളിയിക്കായിരുന്നു ലക്ഷ്മിപ്രിയ വന്നിട്ട്. അതെ 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 അത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ നടന്നത് ശരിയായിരിക്കും, എന്റെ അകത്ത് നടന്നതെന്ന്. ഓക്കെ. അപ്പൊ അത് അവിടെ നിർത്താൻ പ്രസിഡന്റായ ശ്വേതക്ക് പറ്റിയില്ല. അവിടെ നിർത്തണമായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. ശ്വേത ചേച്ചി അന്ന് പ്രോപ്പർ ആയിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇത് ഇത്ര വഷളാവില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് പുറത്തേക്ക് വരാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ആരാ പ്രശ്നക്കാർ ചപ്പ തന്നെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അത് ആരാണ് ശരി ആരാണ് തെറ്റുന്നുണ്ടെങ്കിൽ സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ അത് ചെയ്യാൻ ശ്വേതക്ക് പറ്റിയില്ല. പിന്നെ ശ്വേത പറഞ്ഞത് ഇങ്ങനെ എന്താണ്, അമ്മയെ ഞങ്ങള് അതല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ എന്തോ പറഞ്ഞു, അവസാനത്തെ കോടതി ജനറൽ ബോഡിയാണ്. അപ്പൊ ആ ജനറൽ ബോഡിയിൽ എന്താ ഉണ്ടായിച്ചാല് അവിശ്വാസ പ്രമേയം പറഞ്ഞല്ലോ. അഡ്ഹോക് കമ്മിറ്റി നേരത്തെ ഉള്ള ആൾക്കാർ, പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഭരിച്ചത് എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, സാധാരണഗതിയിൽ അത് തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവർക്കെതിരെയൊന്നും അവിശ്വാസ പ്രമേയം വന്നിട്ടില്ല. പിന്നെ ഇറങ്ങി പോയിട്ടില്ല, അവരൊന്നും ഇട്ടിട്ട് പോവുക രാജിവെക്കുക എന്നുള്ള സാധനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ അവര് രാജിവെക്കുന്നതും ഇത് രാജിവെക്കുന്ന രണ്ട് രീതിയിലാ. ഇത് അമ്മയുടെ അംഗത്വം രാജിവെച്ചിട്ടാ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ഇനി പാവയായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ശ്വേത പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പലതും പറഞ്ഞിട്ടാണ്, ഇപ്പൊ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശ്വേത പോകുന്നത്. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. എന്തിനാ പോകേണ്ട കാര്യം? അവിടെ നിന്ന് തന്നെ തീരുമാനിക്കണമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ശ്വേത ചേച്ചി ഒരു 4 മണിക്കൂറോളം അവിടെ നിന്ന് ആൾക്കാരെ കുത്തുവാക്കുകൾ കേട്ടു, പല രീതിയിലുള്ള ആരോപണങ്ങൾ കേട്ട് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അത്രയും പിടിച്ചു നിന്ന് സഹി കെട്ടപ്പോഴാണ് ഇറങ്ങിപ്പോയെന്നുള്ളതാണ്. സഹി കെട്ട് പറഞ്ഞാല് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ ബഹളങ്ങൾ ഉണ്ടാവുന്ന കൂട്ടത്തില് ഈ പരസ്പരം പിന്നെ എന്താ പറയാ, ഓരോരുത്തരെ അടിച്ചമർത്തുക എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിന്റെ മുമ്പേ ഇങ്ങനെ പിന്നെ ബാബുരാജിനെതിരെ ഒരു ആരോപണം, സാമ്പത്തിക ആരോപണം ശ്വേത വെക്കുന്നു. അത് ബാബുരാജിന് ഭയങ്കര പ്രശ്നമായി. ആദ്യം ബാബുരാജിനെതിരെ പറഞ്ഞത് ശ്വേത തന്നെയാണ് പറഞ്ഞു. ഈ സാമ്പത്തിക ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന, അതായത് കണക്കിന് ഇവരെടുത്ത് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പൊ കണക്ക് ശരിയാണോ അല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്കത് കണക്ക് ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് കണക്കിനെ പറ്റി അറിയൂല. അറിയാത്ത കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവരാർക്കോ ഒന്ന് മെയിൽ ചെയ്തപ്പോ എനിക്ക് തോന്നുന്നത് ബാബുരാജിന് തന്നെയാണോ ആർക്കാന്ന് അറിയില്ല, ആർക്കോ ഒന്ന് മെയിൽ ചെയ്ത് വാട്സപ്പ് ചെയ്യെന്തോ ചെയ്ത് ഒരു കണക്ക് ഇവർ അയച്ചു കൊടുത്തു. പക്ഷെ രണ്ടാമത് നമുക്ക് അവിടെ ജനറൽ ബോഡിയിൽ കൊണ്ടുവന്ന കണക്ക് വേറെ ആയിപ്പോയി, എഴുതി തെറ്റിപ്പോയത് എന്താണെന്നറിയില്ല. അപ്പൊ തന്നെ അവരെ ചോദ്യം ചെയ്യാനാണ് കുറച്ച് ആൾക്കാർ വന്നത്. കാരണം അവർക്ക് അറിയുന്നോണ്ട് അവർക്ക്, നമ്മളൊന്നും അത് കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും പരസ്പരം വിളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പൊ ഇവര് വേണോ, ഈ കമ്മിറ്റി വേണോ എന്നുള്ള ചോദ്യം എല്ലാവരും പരസ്പരം, ഞങ്ങൾ കുറെ ആൾക്കാർ സംസാരിച്ചപ്പോഴും ആർക്കും വേണ്ടവർ പൊയ്ക്കോട്ടെ തന്നെയായിരുന്നു. കാരണം ഇവർക്ക് പറ്റില്ല. ഒരു വർഷം കൊണ്ട് തന്നെ ഇവർ ഇത്രയും മോശമാക്കിയാൽ ഇനിയും നിന്ന് കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സംഘടനയെ പറ്റി അറിയാത്ത ആൾക്കാരാണോ വരും തോന്നിപ്പോയി എനിക്ക്.
അത്രയും മോശമായിട്ടാണ് ജനങ്ങളെ മുമ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതെ 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 അപ്പോ പലർക്കും ഈ പ്രാവശ്യം ആൾക്കാർ വരെ കുറവായിരുന്നു. അതെ നമ്മള് നോട്ട് ചെയ്തു. അതെ കൈനട്ടം വാങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് എന്നല്ലാതെ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. യുവാക്കള് പോലും ആരും വളരെ വന്നിട്ടില്ല കുറവായിരുന്നു. എന്നുള്ള- അതെ അതെ അവർക്കൊക്കെ മടുത്തുപോയി, നാണക്കേടായി പലർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി വേണ്ടാന്ന് എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഉം. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഈ 500 ചില ആൾക്കാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല മനസ്സിലായി. ഒരു വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഉം. അവിടെ വന്നപ്പോഴും ശ്വേത ഒരിക്കലും വിചാരിച്ചില്ല ഇതിങ്ങനെ വരും എന്നുള്ളത്. ഈ അവിശ്വാസ പ്രമേയം എന്നുള്ള സാധനം ഒന്നും ശ്വേത പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഇത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, അല്ല ശ്വേതക്ക് പറയാനുള്ളത് കേൾക്കണം. ഞങ്ങൾ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. കാരണം നമുക്കൊരിക്കലും അവരതും കൂടെ കേൾക്കണ്ടേ, ഞങ്ങള് ആ ഭാഗം കേൾക്കാൻ നമ്മളെങ്ങനെ തീരുമാനിക്കും, അവരതും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്വേതക്ക് മൈക്കിന് മുമ്പ് ഇരുന്ന് അവിടെ തെളിയിക്കാൻ പറയാനും ശ്വേതക്ക് പറ്റില്ല. 17 ആൾക്കാരിൽ ആരും ശ്വേതയെ സപ്പോർട്ട് ചെയ്യാനും വന്ന് സംസാരിക്കാൻ പോലും ആളുണ്ടായില്ല. ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് പോലും അതുണ്ടായില്ല. അപ്പൊ ശ്വേത പറയുന്ന ഈ കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ട്രഷറർ ഒന്ന് പറയണം, അല്ലെങ്കിൽ ഓഡിറ്റർ പറയണം, അവരൊന്നും ഈ കണക്ക് അത് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവരും അവിടുന്ന് അവര് കൈ ഒഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ജനറൽ ബോഡി അത് തീരുമാനിക്കുക? അപ്പൊ പിന്നെ ഇല്ല. അപ്പോഴാണ് ഇത് പറഞ്ഞത്, ഈ ബാബുരാജിനെതിരെ ഇത് കഴിഞ്ഞ കമ്മിറ്റിയിലെ കണക്ക് ശരിയല്ല, അതുമല്ല വേറെ എന്തൊക്കെ പൈസ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ബാബുരാജിന് ഭയങ്കര ദേഷ്യായി അത്. അപ്പൊ ബാബുരാജ് എനിക്ക് മറുപടി പറയണം, എനിക്ക് തെളിയിക്കണം, ഞാൻ അതങ്ങനെ എനിക്ക് സ്റ്റേജിൽ കയറണം, എനിക്ക് സംസാരിക്കണം എന്നാണ്. പക്ഷെ ഏതാണ് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, അവിടെ ഇരിക്കും, ഞാൻ പ്രസിഡന്റാണ്, അവിടെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ ബാബുരാജിന് അതിലേറെ ദേഷ്യം വരുമല്ലോ. തീർച്ചയായും ബാബുരാജ് പിന്നെയും പറഞ്ഞു, ബാബുരാജ് രാജി വെച്ച് പോവുകയാണ് എന്തോ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഇറങ്ങി പോവാണ്. അപ്പൊ ശ്വേത പറഞ്ഞു ബാബുരാജ് പറഞ്ഞു. അപ്പൊ ശ്വേത പറഞ്ഞു, ഓ പൊയ്ക്കോ, പുറത്ത് വണ്ടിയുണ്ട്, പൊയ്ക്കോന്ന്. അതാണ് ഈ വണ്ടിയുടെ അതോടുകൂടി സംഭവം അങ്ങോട്ട് വഷളായി എന്ന് പറയാം. അപ്പോഴാണ് ബാബുരാജിന്റെ വക കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്കുള്ളൊരു അറ്റാക്ക് ഉണ്ടായത്. അറ്റാക്ക് വെച്ചാൽ എന്തോ ആരോപണം, ഏതോ ആൾക്കാരെയൊക്കെ കാശ് വാങ്ങി എന്നൊക്കെയുള്ള ആരോപണം. അത് കേട്ടപ്പോൾ ശ്വേത ആകെ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു വന്നത്. ഉടനെ ശ്വേതനെ രാജിവെക്കുന്നു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുവരെ ശ്വേതക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പറ്റില്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിലേക്ക് നോക്കാത്തതുകൊണ്ട് ആരൊക്കെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ ശബ്ദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മല്ലിയ ചേച്ചി നല്ല സപ്പോർട്ട് കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്നു ശ്വേതക്ക്. പക്ഷെ മല്ലിയ ചേച്ചിയും ചോദിച്ചിരുന്നു, നിങ്ങളെ വർത്താനം ഒന്നും കേൾക്കണ്ട, കണക്ക് കേൾക്കട്ടെ. പക്ഷെ ഇവർക്കത് അവതരിപ്പിക്കാൻ പറ്റിയില്ല, ഇവർക്കത് പറയാനും പറ്റിയില്ല. അപ്പൊ ചോദിക്കുന്ന എന്താ, എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. 6 മാസത്തെ സമയം. അത് ശരിയല്ല. ഒരു ജനറൽ ബോഡി വിളിക്കുമ്പോൾ കണക്ക് ആദ്യം ചെയ്യേണ്ടത് അതാണ്, കണക്കുകൾ ക്ലിയർ ആക്കുക. എന്നിട്ട് അത് 21 ദിവസം മുൻപ് നമുക്ക് എല്ലാവർക്കും അയച്ചു തരാം. അത് ഇവർ ചെയ്തില്ല. അത് ഇവർ തമ്മിൽ വഴക്കാണെന്നൊന്നും അതിനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജനറൽ ബോഡി അപ്പൊ വിളിക്കാനേ പാടില്ല. 2 മാസം തള്ളിയിട്ട് ആരും ഒന്നും പറയില്ല. ശരി, എല്ലാ ഞായറാഴ്ചയും ജൂൺ മാസത്തിലെ ഏറ്റവും ലാസ്റ്റ് ഞായറാഴ്ച ഉണ്ടാവില്ല, അത് മുന്നിലേക്ക് വെച്ചില്ലേ, അതേപോലെ തള്ളി വെക്കാമായിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ പിന്നെ ശ്വേത ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഉടനെയാണ് അൻസിബയുടെ എൻട്രി. അൻസിബ കുറെ ഫയലും കൊണ്ടങ്ങ് വന്ന് വിളങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു നിമിഷത്തില് എല്ലാവരും നിശബ്ദരായി. അവിടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ സ്റ്റേജിൽ കയറി നിന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ആ ഭാഗത്തേക്കും പോകും. മനസ്സിലായി. ഇത് ജനറൽ ബോഡി മൊത്തം നിശബ്ദരായി. ശ്വേത പോവുകയും ചെയ്തു പുറത്തേക്ക്. അപ്പൊ പിന്നെ അവിടെ പുതിയൊരു കമ്മിറ്റിയെ രൂപീകരിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പൊ വന്നു അഡ്ഹോക് കമ്മിറ്റി വന്നു. ഇതിന്റെയൊക്കെ സത്യം ഇതാണെന്നാണ്. കാരണം നമ്മൾ കേട്ടത് ഇപ്പോ പാർവതി ചേച്ചി അൻസിബ ഒന്ന് സംസാരിച്ച സമയത്ത് ജനറൽ ബോഡി സൈലന്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ, അൻസിബ കാരണം അല്ല അത്, അൻസിബ അതിനൊരു കാരണമാണ്. ഇവൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങള് ഞങ്ങൾക്കൊക്കെ കേട്ടപ്പോ ബോധ്യമായി എന്നുള്ളത് വേറെ വിഷയം. ഈ ശ്വേതയുടെ രാജിയും അൻസിബയുടെ അതുമായിട്ട് ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ശ്വേത രാജി വെച്ച് പോയതിന് ശേഷമാണ് അൻസിബ സംസാരിച്ചിട്ടുള്ളത്. അത് അവളുടെ തലയിലേക്ക് വെറുതെ വെച്ചു കൊടുക്കുന്നതാണ്. അത് ആ കുട്ടിക്ക് തന്നെ ദോഷം ചെയ്യുക. എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? അതല്ല. പക്ഷെ അൻസിബ സംസാരിച്ചപ്പോ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ക്ലാരിറ്റി വന്നു.
പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ശ്വേത ചേച്ചി പോന്നു, ലക്ഷ്മിപ്രിയ, അവര് കുറച്ചു പേര് വേറെ റൂമിൽ എന്തോ ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല, അവിടെ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അൻസിബ സംസാരിക്കുന്ന സമയത്ത് അത് ശരിയല്ലെങ്കിൽ അവർക്ക് വന്ന് സംസാരിക്കാലോ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പേര് വിളിച്ചിട്ട് തന്നെ അൻസിബ പലരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറയുന്നതും അവൾ ഇപ്പൊ പറയുന്നതും ഒക്കെ ശരിയാണ്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെ പോണ സമയത്ത് അത് ശ്വേത നിയന്ത്രിക്കണമായിരുന്നു. അത്രയും അതിലേക്ക് അത്രയും വഷളാക്കാൻ ശ്വേത സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പാടില്ലായിരുന്നു. ചേച്ചിയുടെ ഒരു അഭിപ്രായത്തില് ഈ പറയുന്ന പോലെ ഈ ഒരു അമ്പലത്തിൽ നിന്ന് സ്പോൺസർഷിപ്പ് എടുത്തതാണല്ലോ ഇത്രയും ഒരു വർഗീയത പോലത്തെ അതിനെ റിലേറ്റ് ചെയ്തുള്ള വാക്കുകളൊക്കെ വന്നത്. ശരിക്കും അമ്പലം ഉള്ളതല്ല, ഏതൊരു മതസംഘടനയും സൂചിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മള് ഫണ്ട്, നമ്മളെ ചാരിറ്റി റിലേറ്റഡ് ആയ അമ്മ സംഘടനയിലേക്ക് അങ്ങനെ ഒരു ഡൊണേഷൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ്. ഇപ്പൊ അമ്പലം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും അമ്പലങ്ങളിൽ നാടകം ഉണ്ടെങ്കിൽ പോവും, നാടകം കളിക്കും, പ്രോഗ്രാം ചെയ്യും, ഇവിടുന്ന് കാശ് മേടിക്കും, അങ്ങനെയുണ്ട്. അമ്പലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കലാപരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നിട്ടുണ്ട്, എപ്പോഴും നടക്കും. ഇപ്പൊ അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ ഞങ്ങൾ കുട്ടികളാവുന്ന സമയത്ത് പോയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു സംഘടനയുടെ പേരിലാവുമ്പോ ഇത്രയും വലിയൊരു എമൗണ്ട് എന്തിനാണ് അമ്പലം കൊടുക്കുന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. ഇപ്പൊ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ അറിയാം, ആ ബിസിനസ് വളർത്താൻ വേണ്ടിട്ട് അവർക്ക് പരസ്യം വേണം. അമ്പലത്തിന് എന്താണ്, അമ്പലത്തിന് എന്ത് എന്നുള്ളൊരു സാധനം മനസ്സിലേക്ക് വരും. പക്ഷെ അത് മേടിക്കാൻ പാടുണ്ടോ, അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് മേടിക്കേണ്ടെന്ന് അൻസിബ പറഞ്ഞു എന്ന് പറയുന്നു. അത് പക്ഷെ ഡൊണേഷൻ ആക്കി വാങ്ങിയ കുഴപ്പമില്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. സ്പോൺസർ ആകുന്നതാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ കാലം മാറിയല്ലോ, അത് പേടിക്കുന്ന എല്ലാവരും. പിന്നെ അതൊക്കെ അവര് തന്നെ തെളിയിക്കുകയാണ് വന്നിരുന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ വർഗീയത പറയില്ല, എന്തോ ജിഹാദി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അതും ലക്ഷ്മിപ്രിയൊക്കെ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതേ ഇപ്പൊ അൻസിബയോർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പോലും എനിക്കൊക്കെ പേടിയായി, കാരണം ഞാൻ സീനത്തായതുകൊണ്ട്. മനസ്സിലായില്ലേ? അൻസിബക്ക് വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പേടിയായി, എന്റെ പേര് സീനത്തായതുകൊണ്ട് എനിക്ക് പേടി. അയ്യോ അൻസിബനെ ആക്കിയ മതപരമായിട്ട് കാണുമോ എന്നുള്ളൊരു പേടി. പിന്നെ ലക്ഷ്മിപ്രിയ കംപ്ലീറ്റ് ഇപ്പൊ ഒരാളുടെ പേര് പറയാതിരിക്കുന്ന കാര്യമില്ല വന്ന് പറഞ്ഞത്. അവള് പറഞ്ഞു ഞങ്ങളാരും അങ്ങനെ ഒരു മതത്തിന്റെ പേര് അതേ ലക്ഷ്മിപ്രിയ ഇരുന്ന് പറഞ്ഞു അൻസിബയുടെ പിന്നില് തീവ്രവാദികളല്ല, എന്തോ അങ്ങനത്തെ ഒരു വാക്ക് അവൾ ഉപയോഗിച്ചു. മതത്തിന്റെ എന്തൊരു തീവ്രവാദി എന്നല്ലാത്ത എന്തൊരു വാക്ക്, എന്തായിരുന്നത്, എന്തൊരു വാക്ക് ഉപയോഗിച്ചോള്, അവരാണ് പിന്നിലെന്ന്. മനസ്സിലായി. അപ്പൊ പിന്നെ പേടിയില്ല നമുക്ക്. അപ്പോഴും അവിടെ മതം കൊണ്ടെന്നാരാ, ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നു അവളുടെ പിന്നിൽ അവരാണെന്ന്. അപ്പൊ പിന്നെ നമ്മളത് വിശ്വസിക്കുകയാണ്, അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നു. ഒരു സൈഡിൽ ഒരു കാര്യം പറയുന്നു, മറ്റു സൈഡിൽ അത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ. അതെ, പിന്നെ വേറെ ആൾക്കാർ കേട്ടു എന്നും പറയുന്നുണ്ടല്ലോ. അതെ, എന്തുതന്നെയാണെങ്കിലും നമ്മളൊക്കെ ഇത് ശരിയാവണം, എത്രയും പെട്ടെന്ന് ഇതൊക്കെ ശരിയായി പഴയ പോലത്തെ അമ്മ. കാരണം ചേച്ചി, നമ്മള് കണ്ടിരുന്ന അമ്മ എന്ന് പറയുന്നത് മഴവിൽ മനോരമ ആയിക്കോട്ടെ, നമ്മള് ഒത്തിരി സ്റ്റേജ് ഷോസ് കണ്ടിട്ടുണ്ട് നിങ്ങളെ. കുറെ നിങ്ങളുടെ സ്കിറ്റുകള്, ലാലേട്ടൻ, മമ്മൂക്ക, ഇവരുടെയൊക്കെ പെർഫോമൻസ് സ്റ്റേജിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ പഴയ നിങ്ങളുടെ സംഘടനയിൽ തന്നെയുള്ള ആൾക്കാരുടെ പാട്ടുകള്, ഇപ്പൊ രമേശ് ചേട്ടന്റെ സ്റ്റാൻഡപ്പ് കോമഡികള്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്റ്റേജിൽ നിന്ന് കളിയാ, ഇതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ത്രിൽഡ് ആയിരുന്നു, നിങ്ങളുടെ ഡാൻസുകള്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. എന്താണ് ഈ സ്റ്റേജ് ഷോ? കഴിഞ്ഞ കുടുംബസംഗമം ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റേജ് ഷോസ്, അമ്മ ഷോ, അത് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മൾ അമ്മ ഷോ ഇപ്പം ഇത് അമ്മ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാം വെച്ചാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാർ പോയിട്ട് കിട്ടൂലല്ലോ, കോടികളൊന്നും കിട്ടില്ല. അപ്പൊ അന്നൊരു തീരുമാനം എടുത്തു, അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തു, സൂപ്പർ സ്റ്റാർസ് പോലത്തെ ആൾക്കാർ, അതുപോലെ ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ സ്റ്റേജ് ഷോയ്ക്ക് പോകാൻ പാടില്ല അമ്മ വഴിയല്ലാതെ. അങ്ങനെ പോവുകയാണെങ്കിൽ അമ്മയിലൊരു പൈസ എമൗണ്ട് കെട്ടണം, എന്നിട്ടേ പോകാൻ പാടുള്ളൂ. അന്ന് പിന്നെ സുരേഷ് ഗോപി ഒക്കെ പോയിട്ട് ഫൈൻ മേടിക്കാന്നൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അത് സുരേഷിന് ദേഷ്യം വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പോയ ആൾക്കാരെ ഫൈൻ മേടിക്കലും
അങ്ങനെ ഏത് ചാനലിനാണെങ്കിലും ആർക്കാണെങ്കിലും ഇവരുടെ പ്രോഗ്രാം കിട്ടണമെങ്കിൽ അമ്മയിലെ ഷോ ബുക്ക് ചെയ്യണം. ഓ എങ്കിൽ മാത്രമേ മമ്മൂട്ടി, മോഹൻലാല്, ഫഹദ് ഫാസിലാണെങ്കിൽ ഓക്കേ. അവരുടെ അങ്ങോട്ടേക്ക് എല്ലാവരുടെയും ഇത് കിട്ടണമെങ്കിൽ മെയിൽ ബുക്ക് ചെയ്യണം. അമ്മയിൽ ബുക്ക് ചെയ്യണം. അപ്പൊ പിന്നെ വലിയ ഒരു എമൗണ്ട് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഈ 25 വർഷമായിട്ടുണ്ടായിരുന്നു. ഇടവേള ബാബു ആയിരുന്നു അതെ, അതെ, അതെ. സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതിന്റെ ആയിട്ടുണ്ടായിരുന്നു. മുന്നേ ആൾക്കാരാണെങ്കിലും ഒക്കെ. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇടവേള ബാബു പോയി. അപ്പൊ അതിന്റെ മുമ്പ് 2-3 പ്രോഗ്രാം ഡയറക്ടർ ബാബു ആയിരുന്നു. ബാബു പോയി ആദ്യം തന്നെ ചെയ്തത് പുറത്തൊരു പ്രോഗ്രാം, ഈ മനോരമയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോ പുറത്തുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഉള്ളത്. ഓക്കേ. അപ്പൊ പിന്നെ അമ്മയിൽ കൊടുക്കേണ്ട എമൗണ്ട് അവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ടാവില്ലായിരിക്കും. മനസ്സിലായി. അപ്പൊ അത് പോയില്ലേ. അതെ. പിന്നെ അമ്മ എന്തിനാ? ഓ അമ്മ അസോസിയേഷൻ പിന്നെ ആവശ്യമില്ല. ഇല്ല. മനസ്സിലായി. അപ്പോ അതൊരു ഭയങ്കര, അത് ചെയ്തപ്പോ ഇവര് പോയി നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൽ. അങ്ങനെയാണ് ശരിക്കും പിന്നെ പ്രോഗ്രാം ഈ 2 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി ആ സ്റ്റേജ് ഷോകൾ നമ്മൾ തിരിച്ചു കാണണമെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ ഇവരാരും വേറെ പ്രോഗ്രാമിന് പോവാതിരുന്നാലേ കിട്ടുള്ളൂ. ഓക്കേ. പഴയ പോലെ വന്നാൽ മാത്രമേ പ്രോഗ്രാം. പിന്നിപ്പോ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ അകത്തേക്ക് വരണം. അമ്മയിൽ ഷോകൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇനി പുറത്താ. കൂടി വരണം എന്നുള്ളതാണ്. അതെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത്രയും ഓപ്പൺ ആയിട്ട് ആദ്യമായിട്ടാണ് ഇതിനിപ്പോ ഏകദേശം ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടി അമ്മ സംഘടനയിൽ എന്ത് നടന്നു എന്നുള്ളതിന്. വേറെ ഇത് ആരും കേട്ട് ആൾക്കാർക്ക് വരെ മടുപ്പ് വന്നു. അതെ. പക്ഷെ ഓരോന്ന് കാണുമ്പോ ഇവർക്കൊന്നും മിണ്ടാതെ പോയിക്കൂടെ, ഞങ്ങൾക്ക് വേറെ ഇത് വലിയ കാര്യമാണോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാര്. അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഒരു ആർട്ടിസ്റ്റുകളൊക്കെ സംസാരിക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെ, അതെ. ഇപ്പൊ അതല്ല. അതെന്താ, മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്നില്ല. അവരിനിയെങ്കിലും ശരിക്കും എനിക്ക് പറയാനുള്ളത് മമ്മൂക്കും മോഹൻലാലും പറയണം. പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനി അമ്മയുള്ളൂ. അല്ലെങ്കിൽ അമ്മ അസോസിയേഷൻ ഇല്ല. ഇല്ല. പക്ഷെ ഉറപ്പായിട്ടും. അവര് വരട്ടെ. അമ്മ സംഘടന വീണ്ടും പഴയ പോലെ ഉഷാറായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ കാണുന്നതിനേക്കാളും എല്ലാവരും ഒത്തൊരുമയിൽ പോകുന്നത് കാണാനാണ് നമ്മൾ ആഗ്രഹം. ചേച്ചി ഇപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം വളരെ യൂട്യൂബില് എല്ലാവരും കണ്ട് കമന്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഷോർട്ട് ഫിലിം എത്തട്ടെ. പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഇനി വരാനുള്ള എനിക്ക് 2 സിനിമ ഇറങ്ങാനുണ്ട്. ഒന്ന് മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് പദയാത്ര. പദയാത്ര. പിന്നെ ഫാൻറ്റം 5 എന്ന് പറഞ്ഞിട്ട് സജി നന്ദിയേട്ടന്റെ മകൻ ഡയറക്ട് ചെയ്തൊരു സിനിമ വരാനുണ്ട്. ഇത് രണ്ടുമാണ് വരാനുള്ളത്. ചേച്ചിയുടെ ഒരു ഡയറക്ഷൻ വരാനുണ്ട്. അത് റിട്ടേൺ ഡയറക്ടർ ബൈ സീനത്ത് ആള്. അപ്പൊ അതും ഇനി വരാനുണ്ട്. അത് വരും അല്ലേ ചേച്ചിയുടെ? ഇപ്പൊ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ആരുടെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും തകർക്കാനോ ഒന്നുമല്ല. അവിടെ നടന്ന കാര്യങ്ങളിൽ ചിലതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെ, ഞങ്ങൾക്ക് എന്നും സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്ന സീനത്ത് ആണ് നമുക്ക് പരിചയം. അല്ല, എന്താണെന്നറിയോ, കുറച്ച് ആൾക്കാർ വെറുതെങ്കിലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഒന്ന് നിർത്തലാക്കണം ശരിക്കും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊക്കെ എവിടെയും പോയി കഴിഞ്ഞാൽ കുറെ ക്യാമറയും കൊണ്ട് ഇവരൊക്കെ അവിടെ നിൽക്കും. കാരണം അവരുടെ അടുത്തേക്ക് വരാൻ. എനിക്ക് എന്തിനാണ് ഇവർ ഈ പറയുന്നതെന്ന്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എനിക്കൊന്ന് പൈസ വാങ്ങി പറയുന്നതാണോ എനിക്കറിയില്ല. അതൊക്കെയാണ് ആദ്യം നിർത്തലാക്കേണ്ടത്. അതൊക്കെ മീഡിയാസിന്റെ എണ്ണം കൂടിയല്ലോ ചേച്ചി. അല്ല, കൂടിയാലും നമ്മൾ എല്ലാത്തിനും മറുപടി പറയാൻ നിന്നാലേ, നമ്മൾ പറയും. എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടപ്പോ പോലും ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വാക്കുകള് നമ്മളൊരാളെ വേദനിപ്പിക്കാതെ ഞാൻ ഇട്ടില്ല. എന്റെ കാഴ്ചപ്പാട് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ വായി തോന്നി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല. ഓരോരുത്തർക്കും ഓരോരുത്തരെ ശരിയുണ്ട്. അതനുസരിച്ച് അവർ നിൽക്കും. ഇനിയിപ്പോ അമ്മയിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എല്ലാം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.